ഗൈസ് ഇത് പ്രൗൺസ്, കൊഞ്ചൻ, ചെമ്മീൻ, സിഗടി എന്നൊക്കെ പറയും. ഒരു സ്പൂൺ ഓയിൽ കൊണ്ട് നമുക്ക് എങ്ങനെ ആക്കാമെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുതുകിൻ്റെ ഭാഗത്ത് ഒരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ വയറ് വേദന എടുക്കും. എനിക്ക് തല ഇഷ്ടമായതുകൊണ്ട് ഞാൻ തലയും കൂടി എടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യം വേറെ പാത്രത്തിലേയും കുഴപ്പമില്ല, ഞാൻ ഇതിൽ തന്നെ ആക്കാനുള്ളതുകൊണ്ട് പാത്രം മൊത്തം വലിച്ചിടണ്ടാലോ എന്ന് വെച്ചിട്ട് അതിൽ തന്നെ കോർത്ത് വെച്ചാണ്. അപ്പോൾ ആദ്യം കൊഞ്ചനിട്ടു, പിന്നെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 സ്പൂൺ ഉപയോഗിക്കുക ഗൈസ്. കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നൊക്കെ പറയൂലേ, അത് വേണ്ട ഗൈസ്. ആവശ്യത്തിന് കുറവാണ് ഉപ്പ് വേണ്ട, കാരണം ഇത് വറ്റി കഴിയുമ്പോൾ നല്ല ഉപ്പ് ഇങ്ങനെ വലിച്ചെടുക്കും. പിന്നെ വെള്ളം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം വെള്ളം പാകത്തിന് ഒഴിക്കേണ്ടത്. കാരണം പാകത്തിന് പറയുമ്പോൾ 1 സ്പൂൺ 1 ഗ്ലാസ് 1/2 ഗ്ലാസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് അതിൽ മുങ്ങിക്കിടക്കണം, എന്നാലേ അതിൻ്റെ എരിവും ഉപ്പൊക്കെ ഇത് വലിച്ചെടുക്കും. ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് അങ്ങ് വെക്കുക ഗൈസ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചെറുങ്ങനെ ഗ്യാസ് അങ്ങ് കത്തിച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണം കത്തിക്കാൻ. വെലിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റും. പിന്നെ ഉള്ളത്തെ കൊഞ്ചന് വേകാൻ കുറച്ച് ഇതാണ്, ബുദ്ധിമുട്ടാവും. അടുപ്പാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഗൈസ്. ചെറിയ കണലിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്യാസിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണല്ലോ അടുപ്പിൻ്റെ ഫുഡുകൾ. അപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ പാട് ഒന്ന് സ്പൂൺ ഇട്ടിട്ട് അതിന് ചുറ്റൊന്ന് ആ മുളക് എല്ലാം ഇങ്ങനെ പൊടിയെല്ലാം നീക്കി കൊടുക്കുക. വെള്ളം വറ്റും തോറും ആ മുളകിൻ്റെ ആ പൊടീൻ്റെ ഇത് മേലെ പോയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ അതിനൊന്ന് ഇളക്കി കൊടുക്കുക. വലിയ കയ്യിൽ ഉപയോഗിക്കാണ്ട് ചെറിയൊരു സ്പൂൺ ഉപയോഗിക്കുക ഗൈസ്. 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വിടുക. അപ്പോൾ ഏകദേശം വെള്ളം വറ്റാനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നും കൂടി അങ്ങ് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. കൂടെ ഇളക്കി കൊണ്ടിരുന്നെങ്കിൽ ചെമ്മീൻ പൊടിയായി പോകും ഗൈസ്. ഇത് വെള്ളം വറ്റാനായിട്ടുണ്ട്. ചോറിന് കറി ഒന്നും ഇല്ലയെന്ന് വെച്ചാണ് ഇങ്ങനെ ഈ നീരോട് ഇങ്ങനെ എടുക്കുക, കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. കറി വേറെ എന്തൊക്കെയോ ഉണ്ട് ഒപ്പിക്കാൻ, ഫ്രൈൻ്റെ രീതിയിൽ വേണമെന്നാണെങ്കിൽ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുത്തിട്ട് ഇറക്കുന്ന സമയമാകുമ്പോൾ 1 സ്പൂണ് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഓയിലെല്ലാം ഹെൽത്തിന് ഇതായതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. 1 സ്പൂണ് വെളിച്ചെണ്ണ. സാധാ ഫ്രൈ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കലല്ലേ, അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് സാധാ ഫ്രൈ പോലെ തന്നെ ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും ഗൈസ്. ഒരു മിനിറ്റ് അങ്ങനെ വെക്കുക ഗൈസ്. വെളിച്ചെണ്ണ ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റോളം വെക്കുക. അപ്പോൾ നമ്മളെ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് തിന്നിട്ട് അഭിപ്രായം എന്താ പറയുക എന്ന് നമുക്ക് കേട്ടു നോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? ജീവിതത്തിൽ ആദ്യമായിട്ടാ? അടിപൊളിയാ?